പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ നൽകി ഒരു വിപുലമായ പ്രസ്ഥാനമായി അംഗനവാടികളെ മാറ്റിയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞതായി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് അംഗനവാടി കലാമേള കൺമണിക്കൂട്ടം 2024 കുട്ടമ്പേരൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന വിപുലമായ പ്രസ്ഥാനമായി അംഗൻവാടികളെ മാറ്റിയെടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് അംഗൻവാടി കലാമേള കൺമണിക്കൂട്ടം 2024 മാന്നാർ കുട്ടമ്പേരൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ. കൺമണിക്കൂട്ടം മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി കുരുന്നുകളുടെ കലോത്സവ പരിപാടിയാണ് ഇവിടെ നിന്ന് നടക്കുന്നത്. ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ മുന്നേറ്റത്തിൽ ഏറ്റവും വലിയ പങ്ക് നിർവഹിക്കേണ്ട ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും അടിസ്ഥാന രൂപമാണ് നമ്മുടെ അംഗനവാടി. നയനാർ ഗവൺമെൻറ് കാലത്താണ് കേരളത്തിൽ അംഗനവാടി പ്രവർത്തനം ദൂരീകരിച്ചത്. ആ ഗവൺമെൻറ് കാലത്താണ് ചെങ്ങന്നൂർ മാവേലിക്കര ബ്ലോക്കുകൾ അംഗനവാടി ടീച്ചർമാരെ ഹെൽപ്പർമാരെ നിയമിച്ചുകൊണ്ട് ഇന്നൊരു വലിയ വിപുലമായ ഒരു പ്രസ്ഥാനമായി നമ്മുടെ അംഗനവാടി മേഖല മാറി. ഇന്ന് ധാരാളം അംഗനവാടികൾക്ക് സ്വന്തമായ കെട്ടിടവും സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സർക്കാരിൻ്റെ മുൻഗണനാ പട്ടികയിലെ പ്രധാനപ്പെട്ട ഒരു ഇനമായി കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം മാറിയിരിക്കുന്നു. രക്ഷകർത്താക്കളും നാട്ടിലെ ജനങ്ങളുമാകെ ഇതിനെ നന്നായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു. മാന്നാർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായ ഒരു കലോത്സവമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കലോത്സവത്തിന് നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് കൺമണിക്കൂട്ടം മാന്നാർ ഗ്രാമപഞ്ചായത്ത് കലോത്സവ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ആദിരാജി, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ പ്രസാദ്, മാന്നാർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ്, വത്സര ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം, സുജാത മനോഹരൻ, സലിം പടിപ്പുരയ്ക്കൽ, രാധാമണി ശശീന്ദ്രൻ, സജു തോമസ്, അജിത് പഴവൂർ, അനീഷ് മണ്ണാരിയത്ത്, ശാന്തിനി ബാലകൃഷ്ണൻ, ICDS ജില്ലാതല പ്രോഗ്രാം ഓഫീസർ ജെ മായാലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബോബി ഫ്രാൻസിസ്, CDPO സ്വാഹിനി SS, CDS ചെയർപേഴ്സൺ ഗീത ഹരിദാസ്, കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത PJ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK ഷാജഹാൻ, CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി PN ശെൽവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VR ശിവപ്രസാദ് സ്വാഗതവും ICDS സൂപ്പർവൈസർ ജ്യോതി ജെ നന്ദിയും പറഞ്ഞു. തുടർന്ന് 28 അംഗൻവാടികളിൽ നിന്നായുള്ള 260ഓളം കുട്ടികൾ പങ്കെടുത്ത കലാമത്സരങ്ങൾ നടന്നു. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും അവരുടെ ഫോട്ടോ പതിച്ച മൊമെന്റോകളാണ് നൽകിയത്. CDNet ന്യൂസ്, മാന്നാർ.